ബിഗ് ബോസ് 6ാം സീസൺ ആരംഭിച്ചപ്പോഴേ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ രതീഷ് എന്ന മത്സരാർത്ഥിക്കായി നിമിഷ നേരം കൊണ്ട് തന്നെ എല്ലാവരെയും കയ്യിലെടുക്കാൻ കഴിവുണ്ട് ആൾക്ക്. പാട്ടും ഡാൻസും ഒക്കെയുണ്ട് ആളുകളെ ആകർഷിക്കാൻ താരത്തിന്. സീസൺ 6ന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മത്സരാർത്ഥികളെല്ലാം തന്നെ അവരവരുടെ കളികൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രതീഷ് എന്ന ഗെയിമർ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സീസൺ 2ലെ രജിത് സാറിൻ്റെ അതേ ഗെയിം കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കൂടാതെ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ താനൊരു നാടൻ സാധാരണക്കാരനെന്ന് പുറത്തെ ജനങ്ങൾ മനസ്സിലാക്കും. താൻ നല്ല ദേശീയക്കാരനാണെന്നും ഹീറോ അല്ല വില്ലനാണെന്നും 100 വട്ടം പറഞ്ഞ് ജനങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും രതീഷ് ശ്രമിക്കുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തന്നെ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തൻ്റെ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ആ വീടിനുള്ളിൽ ഉണ്ടാക്കാൻ രതീഷ് ശ്രമിച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനുമൊക്കെ, അതായത് തൻ്റെ കാര്യത്തിനോ മറ്റുള്ളവരുടെ കാര്യത്തിനുമൊക്കെ ഇടപെട്ട് രതീഷ് ആ ഒരു ഇമ്പാക്റ്റ് ആ വീട്ടിലുണ്ടാക്കി മത്സരാർത്ഥികൾക്കിടയിൽ ഒരു ചർച്ചയായിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ആദ്യ ദിവസങ്ങളിൽ തന്നെ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ മത്സരാർത്ഥികൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, മത്സരാർത്ഥികൾക്ക് മാത്രമല്ല പ്രേക്ഷകർക്കിടയിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒരു ചർച്ചാ വിഷയമായി രതീഷ് മാറിക്കഴിഞ്ഞു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. രതീഷിനെ കൂടാതെ സിജോയും ജാസ്മിനും അസീറോക്കിയും ഒക്കെ തൻ്റേതായിട്ടുള്ളൊരു സ്പേസ് വീടിനുള്ളിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലുമാണ്. അത് വരും ദിവസങ്ങളിൽ അത് ഗ്രൂപ്പായിട്ടോ ഒറ്റയ്ക്കോ എങ്ങനെയാണ് അവരുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.